ശ്രീ എം ജയേന്ദ്രൻ, ഈ 36 വർഷം മുമ്പൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വളരെ സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരുന്നതാണ് എന്ന രൂപത്തിലാണ് താങ്കൾ പറഞ്ഞത്. കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ CPM അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്ന രൂപത്തിലാണോ താങ്കൾ അതിനെ കാണുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് എത്ര ഗൗരവത്തിൽ കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഇപ്പോൾ CPM എടുക്കുന്ന നിലപാടിനെ കൂടി താങ്കൾ വിലയിരുത്തണം. കാരണം CPM അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അത് സുധാകരൻ സ്വയം അതിന് നിയമ നടപടികൾ നേരിട്ട് കൊള്ളുക, ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന രൂപത്തിലാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. സ്മൃതി, ഇക്കാര്യത്തിൽ ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് ശ്രീകുമാറിന് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറയാം, ഇതേ 1989 ഉണ്ടായ കാര്യം തന്നെ പറയാം. ഈ പുന്നപ്പറയിൽ വെടിവെപ്പ് നടന്ന സമരഭൂമി ജംഗ്ഷനുണ്ട്. പുന്നപ്പറ കടപ്പുറത്തിന് ഏതാണ്ട് അടുത്താണ് സമരഭൂമി ജംഗ്ഷൻ. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് ചള്ളിയിൽ കടപ്പുറം. ചള്ളിയിൽ കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതാവും MLA ഒക്കെ ആയിരുന്ന ഇപ്പോഴും ശക്തനായ V ദിനകരൻ്റെ സ്വന്തം തട്ടകമാണ്. 93% കോൺഗ്രസിന് പോളിംഗ് ആ ബൂത്തിൽ. 89 അങ്ങനെ പ്രശ്നം ഉണ്ടായി. ആ ബൂത്തിൽ അമ്പലപ്പുഴ നിയോജകമണ്ഡലമാണ് ആ പ്രദേശം. പിന്നെ 93% പോളിംഗ് ആണ് ചള്ളി കടപ്പുറത്ത്. പിന്നെ ദിനകരൻ്റെ സർവ്വസ്വാധീനമുള്ള CPM നിന്നും LDF എന്ന ഏജന്റുമാർക്ക് അവിടെ ഇരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലയിടത്തും കണ്ണൂർ പലയിടത്തും ഏജന്റുമാർക്ക് ഇരിക്കാൻ കഴിയില്ലെന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. ഇത് ആലപ്പുഴയിലെ താങ്കളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും ചള്ളി കടപ്പുറത്തിൻ്റെ പ്രത്യേകതയും അവിടുത്തെ അവസ്ഥയുമൊക്കെ. അന്ന് പിന്നെ ഇതേപോലെ മറ്റൊരു സാഹചര്യം CPMന്റെ ഭൂരിപക്ഷമുള്ള മറ്റൊരു പ്രദേശമുണ്ടായിരുന്നു. അന്ന് അമ്പലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ടതാണ് കൈനകരിലെ കുട്ടമംഗലം. അന്ന് കുട്ടമംഗലത്ത് ഇതേ 89 91% പോളിംഗ് ഉണ്ടായത്. അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ടി വന്നു. ഇടപെട്ട റീപോളിംഗിന്റെ വളരെ ഗൗരവമായ ചർച്ചകൾ നടന്നു. അവസാനം രാഷ്ട്രീയ കക്ഷികൾ പൊതുധാരണയിൽ ഇടപെട്ട് റീപോളിംഗ് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു, എല്ലാ കക്ഷികളും കൂടെ. അപ്പോൾ ചള്ളിയിലും പ്രശ്നമാണ്, കുട്ടമംഗലത്തും പ്രശ്നമാണ് എന്നുള്ള പൊതുധാരണയിലെത്തി. പിന്നെ ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാര്യം, ചള്ളിയ കടപ്പുറം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പുന്നപ്പുറയുടെ തൊട്ടടുത്താണ്. V ദിനകരൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ ഈ പിന്നെ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണ്. പരമ്പരാഗതമായി അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആധിപത്യത്തിന് കീഴിലുള്ളതാണ്. മറിച്ച് അപ്പുറം പിന്നെ കൈനഗിരിയുടെ ഭാഗമായിട്ടുള്ള കുട്ടമംഗലത്ത് ഈ CPMന്റെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു പാർട്ടി എല്ലാ CPMന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത വ്യഗ്രതയുണ്ടല്ലോ. അതൊക്കെ രാഷ്ട്രീയമായ താങ്കളുടെ താല്പര്യമൊക്കെ എല്ലാവർക്കും അറിയാം, ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അതൊക്കെ ഇരിക്കട്ടെ. അത് പിന്നെ തരാതരം പോലെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്നുള്ളത്. അത് നിൽക്കൂ ഞാൻ പറയട്ടെ ശ്രീകുമാർ, പ്ലീസ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് നാട്ടുകാർക്കറിയാം, താങ്കളുടെ സഹപ്രവർത്തകർക്ക് അടക്കം അറിയാം എന്നുള്ളത് കൂടെ. അല്ല നിൽക്കൂ അല്ല നിൽക്കൂ. അപ്പൊ ഞാൻ പറയുകയാണ്, അത് പിന്നെ അത്തരത്തിലുള്ള വസ്തുതകളുണ്ട്. ഇത് ഇവിടെ പ്രശ്നം എന്താ? സുധാകരൻ പറഞ്ഞത് പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ ചർച്ച വരുമ്പോഴേക്ക് ജനാധിപത്യം അട്ടിമറിക്കാൻ CPM കൂട്ടുനിൽക്കുന്നു, അതിന്റെ ഉദാഹരണങ്ങൾ തനിക്കറിയാം എന്നാണ് ശ്രീ ചേക്കുട്ടി അടക്കം പറയുന്നത്. സജീവനത് എൻഡോഴ്സ് ചെയ്യുന്നുമുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും തർക്കിക്കാൻ വരുന്നില്ല. എല്ലാ പാർട്ടികളും കാലങ്ങളായി ചെയ്തു പോരുന്ന കാര്യമാണ്. ഏതാണ് കള്ളവോട്ടിന്റെ കേസുകളൊന്നും കേട്ടിട്ടില്ലേ? അല്ല, ഞാനതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. എത്രയോ കാലങ്ങളായി ഇതൊക്കെ നടന്നു വരുന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വ്യക്തത ഉണ്ടെന്നേ. ആ CPMന്റെ പുറത്ത് മാത്രം അടിച്ചേൽപ്പിക്കാൻ വരുമ്പോഴാണ് ഈ തർക്കമുള്ളത്. എല്ലാ പാർട്ടികളും ഏറിയും കുറഞ്ഞും അവരവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് സ്മൃതി? എനിക്ക് സംശയമൊന്നുമില്ല. ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ചർച്ചയിൽ പറയാൻ വേണ്ടി അതിനെ മറ്റൊരു പിന്നെ പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരിക എന്നുള്ളതിനോടാണ് വിയോജിപ്പ്. അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇതെല്ലാം വിശുദ്ധിയുടെ ജയേന്ദ്രൻ, ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ചർച്ചയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? ഏതാണ് ഞങ്ങൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ഈ വിഷയം ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ബാക്കി കാര്യങ്ങളും വരുന്നത് അങ്ങനെയാണല്ലോ.
അല്ല, എനിക്ക് വെറുതെ പിന്നെ പുറത്തിറങ്ങി നിന്ന് മൈക്ക് എടുത്ത് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ലേഖനം എഴുതിയോ അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ ചാനലിന്റെ മുമ്പിൽ നിന്ന് പറയാനോ കഴിയുമോ ചള്ളിക്കടപ്പുറത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്? ചള്ളിക്കടപ്പുറം പറയാൻ എനിക്കൊരു അവസരം കിട്ടുന്നത് ഈ ചർച്ചയിൽ എന്നെ വിളിക്കുമ്പോൾ ഈ പ്രശ്നം ശ്രീകുമാർ ഉന്നയിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചർച്ചയിൽ വരുമ്പോൾ അത്തരത്തിലുള്ള പിന്നെ പ്രതിവാദങ്ങൾ ഉണ്ടാവും, പിന്നെ വിയോജിപ്പുകളും ഉണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അങ്ങനെയാണ് ജി സുധാകരൻ പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച ഉണ്ടായത് തന്നെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ, പുതുതായ കാര്യങ്ങളും വരുന്നത്. ആലപ്പുഴയിൽ ചള്ളി ഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലപ്പുഴ അത് സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, പാർട്ടി അത് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളത് തങ്ങൾ അത്രയും പണിക്ക് പോകാറില്ല. ഏതെങ്കിലും നേതാക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം മുഴുവൻ ഗോവിന്ദൻ മാഷ് പേറണം എന്ന് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി അംഗീകരിക്കുമോ? ജില്ലാ സെക്രട്ടറി നാസറാണ് പറഞ്ഞത്. CPM അത്തരം പരിപാടിയില്ല. അത് ജി സുധാകരൻ എടുത്തു പറഞ്ഞല്ലോ. ദേവദാസ് മാഷ് പറഞ്ഞു, പിന്നെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അവരല്ലേ അക്കാര്യം നിലപാട് പറഞ്ഞത് എന്ന് അദ്ദേഹം വീണ്ടും ഇന്നും ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടല്ല പിന്നെ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇതാണ് ഗോവിന്ദൻ മാഷും നാസറും പറഞ്ഞത്. ആ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. നേതാക്കൾ സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണ്. ഉത്തരവാദപ്പെട്ട നേതാക്കൾ സ്വന്തം നിലയ്ക്ക് അങ്ങ് ചെയ്യും. അല്ല, അതങ്ങനെ ചെയ്തിട്ടില്ല എന്നാണല്ലോ വീണ്ടും അദ്ദേഹം പറഞ്ഞത്. കൊടുത്തപ്പോഴും അദ്ദേഹം അങ്ങനെയാണ് മൊഴി കൊടുത്തത് ഞാൻ മനസ്സിലാക്കിയത്. വിശ്വസിക്കുന്നത് ഭാവനയിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞതിനെയാണ് താങ്കളും വിശ്വസിക്കുന്നത്? അല്ല, എനിക്കറിയാവുന്ന അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം അതാണല്ലോ. അദ്ദേഹം NGO യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ. ഒറ്റ സമ്മേളനം അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഭാവനയാണോ അതോ ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു യാഥാർത്ഥ്യമാണോ? താങ്കൾ ഈ പറഞ്ഞ പോലെ ഒരു വാദത്തിന് സമ്മതിക്കാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ ചെയ്തിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം വിളിച്ചു പറയുകയാണോ ചെയ്തത്, അതോ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണോ? എന്താണ് ഇപ്പോൾ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ. കൂടെ നിന്ന് കാല ചവിട്ടുന്നവരെ ഒന്ന് വരട്ടാനുള്ള നടപടിയാണ് ഞാൻ ചെയ്തത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ തന്നെയാണല്ലോ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കൂടെ നിന്ന് കാല ചവിട്ടുക, കൂടെ നിൽക്കുകയും പിന്നെ LDFന് വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പണി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പിന്നെ വിരട്ടലായിരുന്നു അത് എന്നുള്ളതല്ല അദ്ദേഹം അതിനെ വേറൊരു രൂപത്തിലേക്ക് പറഞ്ഞല്ലോ. അതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. അത് പോലീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതോടെ പറഞ്ഞ് ഞാൻ പിന്നെ അതോടെ പറയണമല്ലോ. പോലീസിന്റെ കാര്യത്തിൽ അവർ ധൃതി പിടിച്ച് കാര്യങ്ങൾ നീക്കി എന്നുള്ളത് തന്നെയാണ് നാസർ പറഞ്ഞത്. അവർക്ക് സാവധാനം ഇതെന്താണ് സംഭവം, അതിന് ആ കാലത്തെക്കുറിച്ച് എന്തെങ്കിലും പിന്നെ തെളിവ് ശേഖരിക്കാൻ കഴിയുമോ എന്ന് പോലും അന്വേഷിക്കാതെയും അതിന് മെനക്കെടാതെയുമാണ് പോലീസ് ആ FIR ഇട്ടത്. ഇതാണ് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിന് ഇനി തെളിവ് കിട്ടുമോ എന്നാലോചിച്ചിട്ട് വേണം കേസെടുക്കാനല്ലേ? അല്ല, FIR ഒന്നും അങ്ങനെയാണല്ലോ, കേസെടുക്കുന്നതല്ലല്ലോ. FIR അങ്ങനെയൊക്കെ വേണമെന്നുള്ള പ്രാഥമികമായ FIRന്റെ ചട്ടങ്ങൾ അതൊക്കെയാണ് സ്മൃതി. അത് നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് പോലീസ് ഒരു FIR പിന്നെ ചെയ്യുക എന്നുള്ളത്, ഇടുക എന്നുള്ളത്. അത് വെറുതെ കേട്ടുകേഴ്ച അടിസ്ഥാനത്തിലല്ല. FIR ഒന്നും അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അതിന് തെളിവ് കിട്ടാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ തൽക്കാലം FIR ഇടണ്ട എന്ന് വിചാരിക്കണം അല്ലേ? എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് എന്ത് അന്വേഷണമാണ് നടത്തിയത്? ആ FIR താങ്കളുടെയിലും കാണുമല്ലോ എന്റെ കോപ്പി. എന്താണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്? പിന്നെ ചില മനനങ്ങൾ, അതാണല്ലോ FIRന്റെ 4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതാണല്ലോ ആ മനനങ്ങൾ മാത്രമാണല്ലോ പോലീസിന് ഇക്കാര്യത്തിലുള്ളത് അല്ലേ? അങ്ങനെയാണോ പോലീസ് ഒരു FIR ഇടുന്നത്? അങ്ങനെയാണോ? ആണോ? എത്രയോ FIRകൾ നമ്മൾ കാണുന്നതാണ്. അതേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.